ഹായ് ഹലോ വെൽക്കം ടു TT അക്കാഡമി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് LPUP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആണ്. LPUP ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് കറണ്ട് അഫെയറുമായിട്ട് അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് US ഇലക്ഷൻ 2024 അതായത് 2024 US ഇലക്ഷൻ നടന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 47ാമത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡൊണാൾഡ് ട്രംപ്. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ജനുവരി 20, 2025. അതായത് അപ്പം 2025 ജനുവരി 20-നാണ്. അപ്പോൾ ആ സമയമൊക്കെ നമ്മളുടെ ഇൻ്റർവ്യൂവിന് വളരെ അടുത്തുള്ള സമയം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. അടുത്തത് ഡൊണാൾഡ് ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി. ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി ആയിരുന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരിച്ച വനിത ഈ കമല ഹാരിസൺ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി. അമേരിക്കൻ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്ന ഇലക്ട്രൽ വോട്ടുകളുടെ ആകെ എണ്ണം 538. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ വോട്ടുകളുടെ എണ്ണം 270. ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 277. അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് JD വാൻസ് ആണ്. അപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കുക, JD വാൻസ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടക്കുന്നത് 2025 ജനുവരി 6-നാണ്. അപ്പോൾ നമുക്കിനി ഇത്രയാണ് അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്നു. 2016 ആദ്യമായി അമേരിക്കൻ പ്രസിഡൻ്റായി. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് 2016 ആദ്യമായിട്ടാവുന്നത്. പിന്നെ ഈ 2024 ആണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വരുന്നത്. 2020 മത്സരിച്ച് ജോ ബൈഡനോട് തോറ്റു. വ്യാപാര നയം അമേരിക്ക ഒന്നാമത്. അപ്പം 2016 ഡൊണാൾഡ് ട്രംപായി, പിന്നെ 2020 ജോ ബൈഡനായി. ഇപ്പോൾ 2024 വന്നപ്പം വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യാപാര നയമാണ് അമേരിക്ക ഒന്നാമത്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന ആദ്യ വ്യക്തി. അപ്പം അങ്ങനെ ഒരു നേട്ടം കൂടെ ഡൊണാൾഡ് ട്രംപ് നേടിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന പ്രായം കൂടിയ ആൾ എന്ന പദവിയും ഡൊണാൾഡ് ട്രംപിനാണ് ഉള്ളത്. ട്രംപിൻ്റെ 2024 തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ ഉപാധി എന്ന് പറയുന്നത് ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമമാണ്. അപ്പം ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മെക്സിക്കൻ അതിർത്തി വഴിയുണ്ടായ നിയമവിരുദ്ധ കുടിയേറ്റത്തിലെ റെക്കോർഡ് വർധന ഡിസംബറിൽ എന്നിവയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യൻ സാന്നിധ്യങ്ങൾ. അപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആൾക്കാരൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജരുടെ എണ്ണം 6 പ്രമീള ജയ്പാൽ, ശ്രീ തനേഡർ, റോ ഖന്ന, രാജ കൃഷ്ണമൂർത്തി, സുഹാസ് സുബ്രഹ്മണ്യൻ, അമി ബേര. അപ്പം ഇത്രയും പേരാണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്ന ഇന്ത്യൻ വംശജർ. അങ്ങനെ 6 പേരാണ് ഇന്ത്യൻകാരായിട്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിരിക്കുന്നത്. ഇന്ത്യൻ വംശജരുടെ ഈ കൂട്ടായ്മയുടെ വിശേഷിപ്പിക്കുന്നതാണ് സമൂസ കോക്കസ്. അപ്പം ഇന്ത്യൻ വംശജരുടെ ഈ കൂട്ടായ്മയെ വിശേഷിപ്പിക്കുന്നതെന്ന് പറയുന്നത് സമൂസ കോക്കസ് എന്നാണ്. അപ്പം ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞു വെക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും വിശദമായിട്ട് തന്നെ അത് കേട്ട് മനസ്സിലാക്കി വെക്കുക. ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.